വെൽക്കം ടു ഓൾ. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി TMA പോർഷൻസ് ആയിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ്. എന്തെങ്കിലും വൺ വേർഡിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. TMA പോർഷനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് അല്ലേ, നമുക്കറിയാം. നമ്മളെ മെയിൻലി 3 സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കാറ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് കഴിഞ്ഞിട്ട് വേറെയും എന്തുണ്ട്, 7 സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ് പഠിക്കാറുള്ളത്, നിങ്ങൾക്കറിയാലോ. ഇനി എന്താണ് സോളിഡ് മാറ്റേഴ്സ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടൈറ്റ്ലി പാക്ഡ്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസ് എന്താണ്, ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഒന്നിൻ്റെ അടുത്ത് ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിലോ കുറച്ചും കൂടെ കമ്പയറിങ് ടു സോളിഡ് അവർ അത്ര തന്നെ ടൈറ്റ്ലി പാക്ഡ് അല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് മോളിക്യൂൾസ് തമ്മിൽ. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിലോ അവർ വളരെ അകലെ ആയിരിക്കും. ഓരോ മോളിക്യൂൾസും കുറേ ഏറെ വിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഫ്രീ ടു മൂവും കൂടിയാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Then plasma, it is the state of matter similar to gas in which a certain portion of the gaseous particles are ionized. Ionized ആണ് നമ്മളെ സണ്ണിന് അങ്ങനെ നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ ഈ നമ്മുടെ സബ്സ്റ്റൻസ് അയോണൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെയാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബോൺ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാഷ്യസ് സൂപ്പർ ഫ്ലൂയിഡ് ഫേസ് ഫോംഡ് ബൈ ദ ആറ്റം കൂൾഡ് അറ്റ് ടെമ്പറേച്ചർ വെരി നിയർ ടു അബ്സല്യൂട്ട് സീറോ. കൂൾ ചെയ്യുന്ന ഒരു കണ്ടീഷൻ, വളരെ ഏറെ തണുപ്പുള്ള സമയത്താണ് ബോൺ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ ലബോറട്ടറിയാണ് പ്രിപ്പയർ ചെയ്യാൻ, കൂടുതലായിട്ടും ലബോറട്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ് അത്. ദെൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്, നമ്മളെ ഈ നമ്മൾ പറഞ്ഞു സോളിഡ്സിലും ലിക്വിഡ്സിലും ഒക്കെ എന്താണ് മോളിക്യൂൾസ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അവർ തമ്മിലൊരു സ്ട്രോങ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. ദെൻ ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ്, നമ്മൾ എന്താണ് നോൺ പോളാർ മോളിക്യൂൾസ്, 2 നോൺ പോളാർ മോളിക്യൂൾസ്. നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊളാരിറ്റി ഇല്ലാത്തതാണ്. നോൺ പോളാർ മോളിക്യൂൾസ് 2 എണ്ണം അടുത്തടുത്ത് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് അവിടെ ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആൻഡ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇസ് കോൾഡ് ദ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ വരും. അങ്ങനെ ആ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു മോളിക്യൂളിന് ഒരു എന്ത് പറയും, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ കൊടുക്കും. അങ്ങനെ ഒരു ചെയിൻ പോലെ അത് പോകുന്നതാണ് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെ ലണ്ടൻ ഫോഴ്സ് എന്ന്. ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാവിങ് പെർമനൻറ്റ് ഡൈപോൾ, പോളാർ മോളിക്യൂൾസ് തമ്മിൽ ഒരു പെർമനൻറ്റ് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എക്സാമ്പിളാണ് NH3HCl. ഇവയൊക്കെ എന്താണ്, പോളാർ മോളിക്യൂൾസ് ആണ്. തൊട്ടടുത്തുള്ള പോളാർ മോളിക്യൂൾസ് തമ്മിൽ ഡൈപോൾ ഫോഴ്സ് വരുന്നതാണ്. ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂൾസും അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ STP അല്ലേ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. STP എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അത് 1 atm ബാർ ആണ് പ്രഷർ ഉണ്ടാവുക. 273 ആണ് എപ്പോഴും നമ്മളെ ടെമ്പറേച്ചറും ഉണ്ടാവുക. പിന്നെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ആൻ ഐഡിയൽ ബിഹേവിയർ ആണ് നമ്മൾ എന്താക്കുന്നത്, കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. മോളാർ ഗ്യാസ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസിനെയാണ് മോളാർ ഗ്യാസ് വോളിയം എന്ന് പറയുക. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് വിച്ച് ഒബേ ദി ഇക്വേഷൻ PV = nRT എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഒബേ ചെയ്യുന്നതിന് എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും, ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. ഓക്കെ. ദെൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് നോ ഗ്യാസ് ബി ലിക്വിഫൈഡ്. ഒരു ടെമ്പറേച്ചറിന് മുകളിൽ നമുക്ക് ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ TC കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദ പ്രഷർ നീഡഡ് ടു ലിക്വിഫൈ ഗ്യാസ് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ പ്രഷർ. ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്.
ക്രിട്ടിക്കൽ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഒരു മോളിക്യൂൾസിന് അത് ഒക്യുപ്പൈ ചെയ്യാനുള്ള വോളിയം ഒക്യുപ്പൈഡ് ബൈ ഒരു 1 mole ഒക്യുപ്പൈ ചെയ്ത അതിനെയാണ് നമ്മളെന്ത് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്. പിന്നെ ബോയിൽസ് ടെമ്പറേച്ചർ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ റിയൽ ഗ്യാസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ ഓഫ് കൺസിഡറബിൾ റേഞ്ച് ഓഫ് പ്രഷർ ഇസ് കോൾഡ് ബോയിൽസ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. സർഫസ് ടെൻഷൻ എന്താണ് നമുക്കറിയാം. സർഫസ് ടെൻഷൻ ഇസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ഇമാജിനറി ലൈൻ ഡ്രോൺ ടു ദ സർഫസും. അപ്പോൾ എന്താണ് ഒരു നമ്മളിങ്ങനെ ഒരു ലിക്വിഡ് ഇങ്ങനെ എന്താ പറയുക അവരിങ്ങനെ ഒഴുകി പോവാണ് ഒരു സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ അവർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ടെൻഷനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയാം. ദെൻ വിസ്കോസിറ്റി ഈസ് ഓൾസോ അത് തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് ഫ്ലോ ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അതേപോലെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദ വിസ്കോസിറ്റി ഈസ് മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ വിച്ച് അറൈസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയർ ഓഫ് ലിക്വിഡ്സ്. അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഇറ്റ് ഈസ് ദ ഗ്യാസ് law which state that the total pressure exerted by a mixture of gases equal to the sum of the partial pressure exerted by each individual gas in the mixture. അപ്പോൾ ടോട്ടൽ ആ മിക്സ്ചറിൻ്റെ എന്താണ് എന്ത് ഈക്വൽ ആണ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈക്വൽ ടു ദ സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്. അതാണ് എന്ത് പറയുന്നത് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. ഗെറൻസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ത് അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the rate of diffusion of gas are inversely proportional to the square root of the densities. അപ്പോൾ എന്താണ് under similar conditions of temperature and pressure the rate of diffusion of gas എന്തിന് inversely proportional to the square root of densities ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. എന്താണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p ആണ് അല്ലേ. വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ഐസോതേംസ് എന്ന ഗ്രാഫ് വി വേഴ്സസ് പി ഓർ പി വി വേഴ്സസ് പി. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ഐസോതേം എന്ന് പറയുന്ന പ്രോസസ്സിൽ. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം ഓഫ് ദ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ബൈ 1 degree. എന്താണ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ചാൾസ് ലോ വരുന്നത്. ദെൻ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ തിയറട്ടിക്കൽ പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ബിക്കം സീറോ. ഒരു തിയറട്ടിക്കൽ ടെമ്പറേച്ചറിൽ വോളിയം എന്തായിട്ട് മാറുകയാണ് സീറോ ആയിട്ട് മാറുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഐസോബാർസ് പറഞ്ഞാൽ എന്താണ് അവിടെ എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ഉള്ള കണ്ടീഷൻസിനെയാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. ഗേ ലുസാക്സ് ലോ എന്താണ് ദ പ്രഷർ ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ബൈ ഈക്വേഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. Pt is equal to the pressure of given mass of a gas at constant volume is directly proportional to the absolute temperature. അതാണ് ഗേ ലുസാക്സ് ലോ പറയുന്നത്. ഇനി ഐസോകോർസ് പറഞ്ഞാൽ പി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ പി വേഴ്സസ് ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ് ഐസോകോർസ്. നമ്മൾ ഇതൊക്കെ എന്താ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ അവഗാഡ്രോ ലോ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ equal number of molecules. Okay. Then van der Waals equation ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്കറിയാം സോളിഡ്സ് ലിക്വിഡ്സ് ആവുന്നത് എപ്പോഴാണ് അല്ലേ അതിനെ മെൽറ്റ് ചെയ്യിക്കുന്നു സബ്ലിമേഷൻ ആണ്. പിന്നെ ലിക്വിഡിനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഗ്യാസ് ആക്കുന്നു. എന്നിട്ട് അയോണൈസ് പ്ലാസ്മ സ്റ്റേറ്റ് എന്നിട്ട് പ്ലാസ്മേനെ ഡി അയോണൈസ് ചെയ്ത് ഗ്യാസ് ആക്കുന്നു. പിന്നെ അതിനെ കണ്ടൻസേഷൻ നടത്തി ലിക്വിഡിന് ഫ്രീസ് ചെയ്തിട്ട് അതിനെന്താക്കും സോളിഡായിട്ട് മാറ്റുന്നു. ഈ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. കംപ്രസിബിലിറ്റി ഫാക്ടർ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇത്രയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ബിക്കോസ് എന്തെങ്കിലും ഒരു 1 word ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.